കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം സ്നേഹമേ നീ
ആകതാരൊരുക്കി ഞാൻ ദിവ്യകാരുണ്യമേ. വാവാ വാവാ നിത്യസ്നേഹമേ നീ എന്റെ യേശുവേ. ഇന്നെന്നുള്ളിൽ വാഴാം നിത്യജീവനേ. വാവാ വാവാ നിത്യസ്നേഹമേ നീ എന്റെ യേശുവേ. ഇന്നെന്നുള്ളിൽ വാഴാം നിത്യജീവനേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം. അഗ്നിശോധനയെ അതിജീവിക്കുന്ന സ്വർണത്തേക്കാൾ ശ്രേഷ്ഠമാണ് സഹനങ്ങളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയിലും ആത്മീയ ജീവിതത്തിലുമൊക്കെ കടന്നു വന്നവരുടെ ജീവിതത്തിലേക്ക് നിസ്സാരമായ ചില രോഗങ്ങളും സഹനങ്ങളും തകർച്ചകളുമൊക്കെ കടന്നു വരുമ്പോൾ ആത്മീയതയിൽ നിന്ന് പുറകിലേക്ക് പോകുന്നത് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ ദൈവം അനുവദിക്കുമ്പോൾ ആ സഹനത്തിനു പിന്നിൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ദൈവം വർഷിക്കാനിരിക്കുന്ന കുറേ അനുഗ്രഹങ്ങൾ കർത്താവ് കരുതി വച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുക, നിസ്സാരമായ ചില സഹനങ്ങൾ ജീവിതത്തിലേക്ക് കയറി വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ കാണുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുകയാണ്, അബ്രാഹത്തിന് 100-ാമത്തെ വയസ്സിൽ ദൈവം വാഗ്ദാനം ചെയ്ത് ഒരു കുഞ്ഞിനെ കൊടുത്തു, ഇസഹാക്കിനെ. ഈ ഇസഹാക്ക് ജനിച്ചതിൽ പിന്നെ അബ്രാഹത്തിൻ്റെ ജീവിതം എപ്പോഴും ഈ ഇസഹാക്കിൻ്റെ കൂടെയാണ്. ഇസഹാക്കിൻ്റെ കളിയും ചിരിയും സന്തോഷവും ഒക്കെ കണ്ട് അബ്രാഹം ഇസഹാക്കിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ ദൈവം അബ്രാഹത്തെ വിളിച്ചു, അബ്രാഹമേ, മതി നീ നിൻ്റെ കുഞ്ഞിനെ സ്നേഹിച്ചത്, അവനെ ഇങ്ങ് തിരിച്ചു തന്നേരെ. ചുമ്മാതെ തിരിച്ചു തരികയല്ല, നീ അവനെ എനിക്കായി ബലിയർപ്പിക്കണം. വെറുതെയുള്ള ബലിയല്ല, ദഹനബലിയായി നീ അവനെ എനിക്ക് അർപ്പിക്കണം. ദഹനബലി അർപ്പിക്കുന്നത് എങ്ങനെയാണ്? പഴയ നിയമത്തിൽ ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കാളക്കുട്ടിയെയോ ചങ്ങാലിയെയോ കുഞ്ഞാടിനെയോ ദഹനബലി അർപ്പിക്കുന്നത്, ബലിയർപ്പിക്കേണ്ട ആ ബലിവസ്തുവിനെ ഓരോ കഷ്ണങ്ങളായി കണ്ടിച്ച് ബലിപീഠത്തിൽ വെച്ച് അത് അഗ്നിക്കിരയാക്കണം. ദൈവം അബ്രാഹത്തോട് പറഞ്ഞത്, ഇസഹാക്കിനെ ഓരോ കഷ്ണങ്ങളായി കണ്ടിച്ച് ബലിപീഠത്തിൽ വെച്ച് ആ ശരീരഭാഗങ്ങൾ അഗ്നിക്ക് ഇരയാക്കണം. ദൈവത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ സത്യത്തിൽ ഈ അബ്രാഹം എന്ന പിതാവിൻ്റെ ഹൃദയം വേദനിച്ചു, ഒത്തിരിയേറെ വേദനിച്ചിട്ടുണ്ട്. അതായത് കണ്ടു കൊതി തീരുന്നതിന് മുമ്പേ, സ്നേഹിച്ചു കൊതി തീരുന്നതിന് മുമ്പേ തൻ്റെ മകനെ വിട്ടുപിരിയേണ്ടി വരുമല്ലോ എന്നുള്ളൊരു വേദന അബ്രാഹത്തെ ഒത്തിരിയേറെ വേദനിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ബലിയർപ്പിക്കുവാനായി അബ്രാഹം ഇസഹാക്കിനെയും കൊണ്ട് ഭവനത്തിൽ നിന്നിറങ്ങി മലമുകളിൽ എത്തുന്ന സമയം വരെ ഈ അബ്രാഹം അനുഭവിച്ച ഒരു ഹൃദയവേദനയുണ്ട്. ആരോടും പങ്കുവയ്ക്കാൻ പറ്റാത്ത ഒരു ഹൃദയത്തിൻ്റെ വേദന അബ്രാഹം അനുഭവിക്കുക. ഇങ്ങനെ വിചാരിക്കുക, ഒരു മനുഷ്യൻ്റെ ആയുസ് മുഴുവനും അനുഭവിക്കാവുന്ന വേദന ആ ഒരു യാത്രയിൽ അബ്രാഹം അനുഭവിച്ചു. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും, പ്രിയപ്പെട്ടവരോട് പോലും പറയാൻ പറ്റാത്ത ഒരു വേദനയിലൂടെ അബ്രാഹം കടന്നു പോവുകയാണ്. സാറായോട് മോനുമായി ബലിയർപ്പിക്കാനായിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ സാറായോട് പോലും അബ്രാഹം പറയുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പോലും പങ്കുവയ്ക്കാൻ പറ്റാത്ത ഒരു വേദന അബ്രാഹത്തിൻ്റെ ഹൃദയത്തിൽ ദൈവം അനുവദിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില നിമിഷങ്ങളിൽ ആരോടും പറയാത്ത ചില സ്വകാര്യ വേദനകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. ഞാനിങ്ങനെ പറയാറുണ്ട്, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയ്ക്കും തൻ്റെ ഭർത്താവിൻ്റെ കുറവുകൾ മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനും തൻ്റെ ഭാര്യയുടെ കുറവുകൾ മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ ആരോടും പറയാൻ പറ്റാത്ത ചില സ്വകാര്യ വേദനകളിലൂടെ ചില നിമിഷങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന സമയമുണ്ടാകും. നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ ചില വേദനകൾ, സ്വകാര്യമായ ദുഃഖങ്ങൾ, അത് എല്ലാവരോടും പങ്കുവയ്ക്കാനായിട്ട് പറ്റില്ല. എല്ലാവരോടും എല്ലാ വേദനകളും പങ്കുവയ്ക്കാൻ പറ്റില്ല. അബ്രാഹത്തിന് അനുഭവിക്കേണ്ടി വന്നത് ഈ ഒരു വേദനയാണ്.
ആരോടും പങ്കുവയ്ക്കാൻ പറ്റാത്ത ഒരു ഹൃദയത്തിൻ്റെ വേദനയുമായി അബ്രാഹാം ഭവനത്തിൽ നിന്ന് മലമുകളിൽ എത്തുന്നതുവരെ അബ്രാഹത്തിൻ്റെ ഒരു ഹൃദയത്തിൻ്റെ വേദനയുണ്ട്. ആ യാത്രക്കിടയിൽ ഇസഹാക്ക് ഇടയ്ക്ക് പിതാവിനെ വിളിച്ചു, അപ്പാ ബലിയർപ്പിക്കുവാനുള്ള തീയും വിറവുമൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ, എന്നാൽ ബലിവസ്തുവായ കുഞ്ഞാടെവിടെ? അത് ദൈവം തരും മകനെ എന്ന് അബ്രാഹാം പറയുമ്പോഴും സത്യത്തിൽ അബ്രാഹത്തിൻ്റെ ഹൃദയം വേദനിക്കുക. അടുത്ത നിമിഷം തൻ്റെ മകനാണ് ബലിക്കുഞ്ഞാടായി മാറേണ്ടതാണെന്നുള്ള തിരിച്ചറിവ് അബ്രാഹത്തിൻ്റെ ഹൃദയത്തെ വേദനിച്ചു. മലമുകളിലെത്തി ബലിപീഠം പണിത് ബലിപീഠത്തിന്മേൽ തൻ്റെ മകൻ്റെ കൈയും കാലും ബന്ധിച്ച് അബ്രാഹാം കിടത്തി. മകനെ കൊല്ലുവാനായി കത്തിയെടുത്ത് ഉയർത്തിയ ആ സമയം വരെ അബ്രാഹാം അനുഭവിച്ച ഒരു വേദന, ആരോടും പങ്കുവയ്ക്കാൻ പറ്റാത്ത വിധം അബ്രാഹാം അനുഭവിച്ച ഒരു വേദന. അബ്രാഹാം കത്തിയെടുത്തുയർത്തി. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേട്ടു, അബ്രാഹാം കുട്ടിയെ തൊടരുത്. ഈ സമയം വരെ അബ്രാഹാം വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ അബ്രാഹത്തെക്കുറിച്ച് മനോഹരമായ ഒരു സ്വപ്നമുണ്ട്. അതുകൊണ്ടാണ് 22-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനത്തിൽ ദൈവം അബ്രാഹത്തോട് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. ഈ വേദനയ്ക്ക് അവസാനം, അബ്രാഹമേ, ഇതാ ഞാൻ നിന്നോട് ശപഥം ചെയ്യുന്നു, സത്യമായിട്ടും ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അബ്രാഹാമേ, ഇതാ ഞാൻ നിന്നോട് ശപഥം ചെയ്യുന്നു, സത്യമായിട്ടും ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ മക്കളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയും ഞാൻ അനുഗ്രഹിച്ച് ഉയർത്തും. അബ്രാഹത്തെ ദൈവം ഈ അനുഗ്രഹിക്കാൻ ഇടയായത് വേദനകളിലൂടെ കടന്നു വന്നിട്ട് ആ വേദന ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തോട് ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ ഹിതം എന്നിൽ നിറവേറുവാനായി അബ്രാഹാം സ്വയം തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം അബ്രാഹത്തിന് വേണ്ടി കരുതി വെച്ചിരുന്ന അനുഗ്രഹങ്ങൾ അബ്രാഹത്തിന്റെ ജീവിതത്തിലേക്ക് ദൈവം കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചില വേദനകളും സഹനങ്ങളും ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നശിപ്പിക്കപ്പെടാനോ നമ്മൾ തകർന്നു പോകാനോ അല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ സഹനങ്ങൾക്ക് പിന്നിലും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ അവിടെ നമുക്ക് കാണാൻ പറ്റും, ദൈവമായ കർത്താവ് ജോസഫിനെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചു. വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും, ജോസഫ് പിതാവായ യാക്കോബിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകന്, വാർദ്ധക്യത്തിലെത്തിയത് കൊണ്ട് യാക്കോബിന് ഏറ്റവും പ്രിയപ്പെട്ട മകനാണ് ജോസഫ്. വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ചെറിയൊരു തിരിച്ചു വ്യത്യാസമുണ്ട്. യാക്കോബിന് ഈ മക്കളായ ജോസഫിനോട് ചെറിയ സ്നേഹത്തിൽ ശകലം കൂടുതലുണ്ട്. ഈ ജോസഫ് അപ്പൻ്റെ കൂടത്തിൽ സന്തോഷത്തോടെ കഴിയുകയാണ്. പുതിയൊരു ഉടുപ്പ് മേടിക്കുമ്പോൾ ആദ്യം അത് യാക്കോബ് കൊടുക്കുന്നത് ജോസഫിനാണ്. സഹോദരന്മാരെല്ലാം ആടിനെ മേയ്ക്കാനും ബിസിനസ്സിനും ഒക്കെ ആയി പോകുമ്പോൾ ഈ ജോസഫ് അപ്പൻ്റെ കൂടത്തിൽ തന്നെ കഴിയുകയാണ്. അപ്പൻ്റെ സുഖത്തിലും സന്തോഷത്തിലും സംരക്ഷണത്തിലും ജോസഫ് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഈ യാക്കോബിൻ്റെ സുരക്ഷിതമായ കരങ്ങളിൽ നിന്ന് ജോസഫിനെ പുറത്തിറക്കിയാലേ ദൈവത്തിൻ്റെ പദ്ധതി ജോസഫിൽ പ്രകടമാകൂ. അതുകൊണ്ട് ദൈവം ആദ്യം ചെയ്തത് ഈ സുരക്ഷിതമായ അവസ്ഥയിൽ നിന്ന് ജോസഫിനെ ദൈവം പുറത്തു ചാടിച്ചു. പ്രിയപ്പെട്ടവരെ, ചില നിമിഷങ്ങളിൽ എല്ലാം സുരക്ഷിതമെന്ന് തോന്നുന്ന നമ്മുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു. സാമ്പത്തികമായി എല്ലാം ഭദ്രമാണ്, സുരക്ഷിതമാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ചില സമയത്ത് ആ സാമ്പത്തിക മേഖലയിൽ ചില തകർച്ചകൾ അത് ദൈവം അനുവദിക്കുന്നതാകാം. കുടുംബത്തിൽ എല്ലാം ഭദ്രമാണ്, നമ്മളെ സഹായിക്കാൻ ഇഷ്ടം പോലെ സുഹൃത്തുക്കളുണ്ട്, സുഹൃത്ത് വലയങ്ങൾ വളരെ സുരക്ഷിതമാണ്, എല്ലാം ഭദ്രമാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ സുരക്ഷിതമെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ തകർക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ദൈവം ആദ്യം ചെയ്തത് ജോസഫിന്റെ സുരക്ഷിതമായ ആ വലയത്തിൽ നിന്ന് ജോസഫിനെ പുറത്തു കൊണ്ടുവന്നു. വചനത്തിൽ കാണുക, ഈ സംരക്ഷണ അവസ്ഥയിൽ നിന്ന് എല്ലാ സൗകര്യങ്ങൾക്ക് നടുവിൽ നിന്ന് ജോസഫ് ചെന്ന് പതിച്ചത് പൊട്ടക്കിണറ്റിലേക്ക്. ചില സമയത്ത് പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇങ്ങനെ സമൃദ്ധിയിൽ നിന്ന് പൊട്ടക്കിണറ്റിലേക്ക് വീണ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വചനം പറഞ്ഞു വെക്കുകയാണ്, വെള്ളം പോലുമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു അത്. അതായത് മുകളിലേക്ക് നോക്കുമ്പോഴും ഒന്നും കാണാൻ പറ്റുന്നില്ല, ചുറ്റും തിരിയാൻ പറ്റുന്നില്ല.
മരണത്തിലൂടെ കടന്നു പോകുന്ന അനുഭവം. തൊണ്ട നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ മരണത്തിന് മുമ്പിലൂടെ കടന്നു പോകുന്ന ഒരനുഭവം ജോസഫിൽ നമുക്ക് കാണാൻ പറ്റും. സ്നേഹമുള്ളവരെ, ചില നിമിഷങ്ങളിൽ പൊട്ടക്കിണറ്റിൽ വീണ അനുഭവം, ജീവിതത്തിൻ്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ച് മരണം മാത്രമേ കൺമുമ്പിലുള്ളൂ എന്നുള്ള ചില നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നേക്കാം. ഒരുപക്ഷെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ഒരുപക്ഷെ ഈ മരണത്തിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം പ്രതിവചനമേ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളിൽ ചിലർ. ഒരുപക്ഷെ നാളുകളിൽ ഈ പൊട്ടക്കിണറ്റിൽ വീണു പോകുന്ന അനുഭവം ഉണ്ടായേക്കാം. ജോസഫ് മരണത്തിൻ്റെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്. വചനത്തിൽ കാണുകയാണ്, ജോസഫിനെ പൊട്ടക്കിണറ്റിൽ തള്ളിയവർ തന്നെ ജോസഫിനെ കിണറിന് മുകളിലെത്തിച്ചു. ജോസഫ് വിചാരിച്ചു അതുകൊണ്ടെല്ലാം അവസാനിച്ചു. പക്ഷെ തീർന്നില്ല. വചനം പറയുന്നു, ജോസഫിൻ്റെ സഹോദരന്മാർ അവനെ 20 വെള്ളിക്കാശിന് ഇസ്മായിലിയർക്ക് അടിമയായി വിറ്റു. ജോസഫിനെ സഹോദരന്മാർ 20 വെള്ളിക്കാശിന് ഇസ്മായിലിയർക്ക് അടിമയായി വിട്ടു. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഈ പൊട്ടക്കിണറ്റിൽ വീണതിനേക്കാൾ വലിയ വേദനയാണ് ജോസഫിന് ഇപ്പോൾ ഉണ്ടായത്. വെറുതെക്കാർ ചെയ്യുമായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ സ്വന്തം കൂടപ്പറപ്പുകൾ തന്നെ, താൻ ഏറ്റവും സ്നേഹിച്ചവർ തന്നെ ജോസഫിനെ 20 വെള്ളിക്കാശിന് വിറ്റപ്പോൾ ജോസഫിൻ്റെ ഹൃദയത്തിലുണ്ടായ ഒരൊറ്റപ്പെടലിൻ്റെ വേദനയുണ്ട്. പ്രിയമുള്ളവരെ, ചില സമയങ്ങളിൽ അവസാനം വരെ നമ്മുടെ കൂടെ കാണുമെന്ന് വിചാരിക്കുന്ന ചില വ്യക്തികൾ, ഈ ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കുന്ന ചില വ്യക്തികൾ നമ്മളെ കൈവിട്ട് കളയുന്ന ചില നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നുപോയേക്കാം. ജോസഫിന് അനുഭവിക്കപ്പെടുന്നത് തൻ്റെ പ്രിയപ്പെട്ടവരാൽ, അതായത് ഒറ്റപ്പെട്ട അനുഭവം ജോസഫിൻ്റെ ജീവിതത്തിലുണ്ടായി. ചില നിമിഷങ്ങളിൽ നമ്മുടെ ഈ ജീവിതത്തിൽ ദൈവം അനുവദിക്കും. നമ്മുടെ ജീവിതത്തിൽ മരണം വരെ ഏതു സമയത്തും നമ്മുടെ കൂടെ കാണുമെന്ന് വിചാരിക്കുന്ന ചില വ്യക്തികൾ നമ്മളെ കൈവിട്ട് കളയുന്ന ചില സമയങ്ങളുണ്ടാകും. വീണ്ടും ജോസഫിന്റെ ജീവിതത്തിൽ കാണുകയാണ്, പൊത്തിഫറിന്റെ വീട്ടിൽ അടിമവേല ചെയ്യുന്ന ജോസഫ്. അവിടെ വലിയൊരു പ്രലോഭനത്തിലൂടെ ജോസഫിനെ ദൈവം കടത്തിക്കൊണ്ടുപോവുകയാണ്. വലിയൊരു പ്രലോഭനത്തിലൂടെ ജോസഫിനെ ദൈവം കടത്തിക്കൊണ്ടുപോവുകയാണ്. പക്ഷേ അവിടെയും ജോസഫ് ആ പ്രലോഭനത്തെ അതിജീവിച്ചു. പിന്നീട് വചനം കാണുക, അവൻ ചെന്ന് പതിക്കുന്നത് കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിലേക്ക്. നിന്നു തിരിയാൻ പറ്റുന്നില്ല, ഒരു പ്രകാശം പോലുമില്ല. ജീവിതത്തിൻ്റെ സകല സ്വപ്നങ്ങളും അവസാനിച്ചുവെന്ന് വിചാരിക്കുന്ന കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിലേക്ക് ജോസഫ് തള്ളപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവജനമേ, ചില നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ആ അനുഭവം ഉണ്ടാകാം. ജീവിതത്തിലെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട്, ജീവിതത്തിലെ സകല സ്വപ്നങ്ങളും നഷ്ടപ്പെട്ട് കാരാഗ്രഹത്തിനകത്ത് അകപ്പെട്ടു പോയ ചില അനുഭവങ്ങൾ ചില നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. ഈ വേദനകളിലൂടെയെല്ലാം ജോസഫിനെ ദൈവം നടത്തിക്കൊണ്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ ജോസഫിനെ കുറിച്ച് മനോഹരമായിട്ടുള്ള ഒരു സ്വപ്നമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിലാണ് ആ സ്വപ്നം നമ്മൾ കാണുക. ജോസഫിനെ ഈ സഹനങ്ങളുടെ എല്ലാം അവസാനം ഈജിപ്തിൻ്റെ മുഴുവനും അധിപനാക്കി ദൈവം ഉയർത്തി. ജോസഫിനെ ഈജിപ്തിൻ്റെ മുഴുവനും അധിപനായി ദൈവം ഉയർത്തി. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ യാക്കോബ് എന്ന അപ്പൻ്റെ സ്നേഹ സംരക്ഷണത്തിനുള്ളിൽ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ദൈവത്തിൻ്റെ പദ്ധതി ജോസഫിൽ പൂർണ്ണമാവില്ലായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ചില വേദനകളും സഹനങ്ങളും സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും തിക്ത അനുഭവങ്ങളും ഒക്കെ നമുക്ക് വേണ്ടി ദൈവം നാളെ തരുവാനിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ മുന്നോടിയാണ്. നമുക്ക് വിശ്വസിക്കണം. വചനം ഇങ്ങനെ കാണുവയ്ക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 2-ാം തിരുവചനവും 21-ാമത്തെ തിരുവചനവും ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ്, കർത്താവ് അപ്പോഴും ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് അപ്പോഴും ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു വചനം മാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതി ജീവിതത്തിലെ സഹനങ്ങളെ അതിജീവിക്കാൻ. പൊട്ടക്കിണറ്റിൽ കടക്കുമ്പോഴും കാരാഗ്രഹത്തിൽ കടക്കുമ്പോഴും സഹോദരന്മാർ 20 വെള്ളിക്കാശിന് അടിമയായി വിൽക്കപ്പെടുമ്പോഴും ജോസഫിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോസഫിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ വേദനകളും ഓരോ സഹനങ്ങളും നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റണം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത് കൂടെ നിൽക്കുന്ന ഈ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റാതെ വരുമ്പോഴാണ്. വേദന വരുമ്പോഴും സങ്കടം വരുമ്പോഴും സഹനങ്ങൾ ഉണ്ടാകുമ്പോഴും എൻ്റെ കൂടെ ഇരിക്കുന്ന ദൈവത്തെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഈ കാലഘട്ടത്തിൽ അത്ഭുതങ്ങളിൽ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ പേരും. അത്ഭുതങ്ങളിൽ ദൈവത്തെ കാണാൻ.
കടബാധ്യത മാറുമ്പോഴും, കല്യാണം നടക്കുമ്പോഴും, കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴും, സാമ്പത്തിക തകർച്ച മാറുമ്പോഴും എല്ലാം ഹല്ലേലൂയ പറയുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് താല്പര്യമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സഹനങ്ങളും വേദനകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ, ചില രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ, എൻ്റെ തമ്പുരാൻ അറിഞ്ഞിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നതെന്ന് നമുക്ക് എന്തുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല? പല ആത്മീയ ജീവിതത്തിൽ നിൽക്കുന്നവർ പോലും ദീവിശോയിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്, ആത്മീയ ശുശ്രൂഷയിൽ നിന്ന് അകന്നുപോയതിൻ്റെ കാരണം മറ്റൊന്നല്ല. ചില സങ്കടങ്ങൾ, ചില രോഗങ്ങൾ അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൽ നിന്ന് പോലും അകന്നു പോകുന്ന മനുഷ്യരെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിൽ നിന്ന് പോലും അകന്നു പോകുന്ന മനുഷ്യരെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം ഒന്നേ ഉള്ളൂ, ഈ കൂടെ നിൽക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ജോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാമല്ലോ, 1-ാം അധ്യായത്തിൽ ജോബ് വളരെയേറെ സമ്പന്നനായിരുന്നു എന്നാ വചനം പറയുന്നത്. ജോബ് വളരെയേറെ സമ്പന്നനായിരുന്നു. അവൻ ആടുമാടുകളും ഒട്ടകങ്ങളും ഒക്കെയായി സന്തോഷത്തോടെ ജോബ് ജീവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജോബിൻ്റെ ആൺമക്കള് വിരുന്ന് സൽക്കാരം നടത്തും. ആ വിരുന്ന് സൽക്കാരം കഴിയുമ്പോൾ ആ സൽക്കാരത്തിനിടയിൽ എവിടെയെങ്കിലും തൻ്റെ മക്കൾ പാപം ചെയ്തിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച്, ഉറപ്പില്ല, പാപം ചെയ്തിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് തൻ്റെ മക്കൾക്ക് വേണ്ടി പാപപരിഹാര ബലിയർപ്പിച്ച് ജോബ് പ്രാർത്ഥിച്ചു എന്ന് വചനം പറയുക. ജോബിൻ്റെ സമ്പത്ത് നശിച്ചു, ഒട്ടകങ്ങൾ ചത്തുപോയി, മക്കൾ മരിച്ചു. മാത്രമല്ല, സമ്പന്നനായിരുന്ന ജോബ് ദരിദ്രനായിട്ട് മാറി. അവൻ്റെ ശരീരത്തിലെ സൗന്ദര്യം മുഴുവൻ നഷ്ടപ്പെട്ടു. അവൻ്റെ ശരീരം, ചർമ്മം മുഴുവൻ പുഴുപിടിച്ചുവെന്ന് വചനം എഴുതി വയ്ക്കുക. ജോബിൻ്റെ ജീവിതത്തിൽ തകർച്ച കടന്നു വന്നു, സഹനങ്ങൾ കടന്നു വന്നു. ജോബിൻ്റെ ജീവിതത്തിലെ സൗന്ദര്യം മുഴുവനും അവന് നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട് ജോബ് കഴിയുമ്പോൾ ജോബിൻ്റെ ഒരു വാക്കുണ്ട്. ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 26-ാം തിരുവചനം, എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ അഴുകിപ്പോകാത്ത മാംസത്തിൽ നിന്ന് ഞാൻ എൻ്റെ ദൈവത്തെ കാണും. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിലെ ഓരോ വേദനകളിലും, സങ്കടങ്ങളിലും, സഹനങ്ങളിലും, എൻ്റെ ജീവിതം നശിച്ചുവെന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങളിലും എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. അതിനപ്പുറം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അനുഗ്രഹം കരുതി വെച്ചിട്ടുണ്ട്. ഞാൻ അനുഭവിക്കുന്ന ഓരോ സഹനങ്ങൾക്ക് പിന്നിലും എൻ്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയാം. ഈശോ പറഞ്ഞില്ലേ, ഞാൻ അറിയാതെ നിന്റെ തലയിലെ ഒരു മുടി പോലും കൊഴിഞ്ഞു പോകാൻ ഞാൻ സമ്മതിക്കില്ല. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെല്ലാം ദൈവത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആ സഹനങ്ങളിലൂടെ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനുള്ള കൃപ തരണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം